friends, this is Sulaiman here and welcome to a new video. അപ്പം ഇപ്പം ടൈം 12 മണി. ആദ്യമായിട്ടാണ് ഞാൻ ഉച്ചക്ക് പുറത്തേക്ക് പോകുന്നത്. തണുപ്പൊക്കെ അടിച്ചിട്ട് ചുണ്ടെല്ലാം പൊട്ടിയിട്ടത് ചെറിയ വ്യത്യാസമെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ജലദോഷമുണ്ട്. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം പറയാനായിട്ട് ഇപ്പം തണുപ്പ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം 23 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്ത് ഇതിൻ്റെ വെതർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പുറത്തേക്ക് വന്നത്. അപ്പം ഇപ്പം മെയിനായിട്ട് പുറത്തേക്ക് വന്നതിൻ്റെ ഒരു കാരണം ഉപ്പാക്ക് എന്തോ ചെറിയ പുറത്ത് പോയിട്ട് എന്തോ ഒരു ആവശ്യമുണ്ട്. അപ്പം ഞാൻ പുറത്ത് വന്നു വെച്ച് ഇവിടെ ഇരുന്നിട്ട് ആകെ ബോറടിക്കുന്നു. പിന്നെ ഇന്നലെ വീഡിയോസ്, അതായത് ഫ്രൈഡേയും പിന്നെ ഫ്രൈഡേ ഇന്നലെ വീഡിയോസ് ചെയ്യാതിരുന്നത് ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ഉപ്പാരെന്തോ IMCCൻ്റെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ആ പരിപാടിക്ക് ഞാൻ ക്യാമറ, അതായത് വീഡിയോ ഷൂട്ടെല്ലാം ചെയ്യാൻ വേണ്ടി പോയിട്ട്, അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ മെയിനായിട്ട് ഞാനെപ്പോൾ ഈ ഷോപ്പിങ്ങിൽ തന്നെ പോകുന്നതുകൊണ്ട് വ്ളോഗ് ബോറടിക്കുന്നതെന്ന് കുറേ ആൾ പറയുന്നുണ്ടായിരുന്നു. എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞതാണ്. അപ്പം പിന്നെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ മെയിനായിട്ട് ഞാൻ കുറച്ച് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് പോകേണ്ട കുറച്ച് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ ഇവിടെ കുറച്ച് നല്ല കാണാൻ പറ്റിയ നല്ല സ്ഥലത്തിൻ്റെ കുറച്ച് ലിസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞ പോലെ ഒന്ന് കിൻഡൺ ടവർ, അതുപോലെ തന്നെ പിന്നെ വേറെ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായത് അൽമറൈൻ്റെ ഫാമിലാറ്റം നമുക്ക് ഫ്രീ ആയിട്ട് പോകാമെന്നുള്ളതാണ്. അപ്പം അത് ഉപ്പാരെ ഒരു ചങ്ങായി ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്, അവർ വന്നതിനാ ബുക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കടലിൻ്റെ നടുക്കലയിൽ ഒരു പാലത്തിൻ്റെ ഒരു സംഭവമുണ്ട്, ബഹ്റൈൻ പാലം, അങ്ങനത്തെ അത് കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനും വ്ളോഗിങ് വീഡിയോസൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇന്ന് ചിലപ്പോൾ ഒരു 2 പാർട്ട് ആയിട്ട് ചെയ്യേണ്ടി വരും. കാരണം ഇന്ന് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. കാരണം ഇന്ന് സൂലും പോവാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തണുപ്പ് കുറഞ്ഞുകൊണ്ടാണ് പോവാന്ന് പറഞ്ഞത്. അപ്പം നോക്കി നോക്കാം എങ്ങനെയാണ് സംഭവം എന്നൊക്കെ. അപ്പോൾ ഇനി നമുക്ക് പുറത്തു പോയിട്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കാം. പിന്നെ എൻ്റെ സംസാരത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് ഇവിടെ ചുണ്ട് പൊട്ടിയിട്ട് ഭയങ്കരമായിട്ട് കത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സംഭവം ഇവിടെ പിന്നെ ശരിക്കും വർത്താനം പറയാൻ പറ്റാത്തത്. ഇപ്പം പുറത്തിപ്പം തണുപ്പ് തന്നെ ഉണ്ട്. 23 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ടത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി കാറിന് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇപ്പോൾ ഉള്ളത് കാരിഫോർ മാളിൻ്റെ അകത്താണ് ഉള്ളത്. അത് ഉപ്പാരെന്തോ ഒരു ജോലി ആവശ്യത്തിന് വന്നതാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് കാനോണിൻ്റെ ക്യാമറയുടെ ഷോറൂമിൽ പോകണമെന്നുണ്ട്. അപ്പം അവിടെ പോയിട്ട് ക്യാമറ ഒന്ന് നോക്കാം. അപ്പം അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ആൽഫ 6000 മോഡൽ ഇതുണ്ട്. പക്ഷെ ഇതിൻ്റെ ഓഫർ 2899 റിയാലിൻ്റെത് ഇവിടെ 1999 റിയാൽ. നല്ല ഓഫർ. ഇവിടെ ആൽഫ 6000L മോഡലിന് ഭയങ്കര ഓഫറുണ്ട്. ഇത് സോണിയുടെ ഷോറൂമിലാണ്. ഇത് 2899 റിയാലിൻ്റെത് 1999 റിയാലാണ്. അപ്പം ഇതിൻ്റെത് പ്രൈസ് ഇതെങ്ങനെയാണെന്ന് നോക്കി നോക്കണം. അതുപോലെ തന്നെ സോണി
അതുപോലെ തന്നെ വേറെയും മോഡലുണ്ട്. 6300 സംഭവമുണ്ട്. അതിന് 2500 റിയാൽ. അപ്പോൾ ഇത് രണ്ട് കമ്പയർ ചെയ്തിട്ട് നോക്കി നോക്കണം. This one without lens. This one with lens. This one with lens. 18. അവിടെ സ്റ്റോക്കില്ല ആൽഫ 6000L. ഇപ്പം അതുപോലെ തന്നെ 6400 ഇവിടെ ഇല്ല. അപ്പം ഇതിന് ഇവിടെ ഇല്ല സാധനത്തിന് ഓഫറാണ്. 2800 ഉള്ളത് 1999 റിയാലാണുള്ളത്. അപ്പം നോക്കി നോക്കാം. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് കാരിഫോർ മാളിനാണ്. ശരിക്കും ഇത് കാരിഫോർ മാളല്ല, ഗ്രനാദ മാൾ എന്നായിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടെ വന്നത് എന്തോ ജോലിൻ്റെ എന്തോ ഒരു ഇതിനായിട്ട് വന്നതാണ്. ഇവിടെ ഉണ്ട്. അപ്പം ഞാനിവിടെ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ സോണിയുടെ ഷോറൂമിൽ നോക്കി. അപ്പം അവിടെ ആൽഫ 6000L എന്ന് പറഞ്ഞ മോഡലിന് 2899 റിയാലിൻ്റെത് ഓഫറിന് 1999 റിയാലിനാണ് ഉള്ളത്. അതിന് അതിൻ്റെ കൂടെ ഒരു ലെൻസും ഉണ്ട്. അതിപ്പം അവിടെ ചോദിച്ചാൽ അവിടെ സ്റ്റോക്കില്ല എന്നാണ് പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന പറഞ്ഞത്. അപ്പം 6400 മോഡൽ ചോദിച്ച്. അപ്പം അതവിടെ വന്നിട്ടില്ല. അപ്പം അതിൻ്റെ ഇത് നെറ്റിലൊന്ന് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അതൊന്ന് എടുക്കണം. അത് കൂടാണ്ട് കാനോണിൻ്റെ ഷോറൂമിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കണം. കാനോൺ M50 ക്യാമറ ഒന്ന് നോക്കി നോക്കണം. എന്നിട്ട് ഏതാണ് നല്ലത് നോക്കിയിട്ട് പ്രൈസൊക്കെ കമ്പയർ ചെയ്തിട്ട് എടുക്കണം. അപ്പം യെസ്, അങ്ങനെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോയി. ഇപ്പം 3 മണിയായി. കാനോണിൻ്റെ M50 ക്യാമറ നോക്കി. അതിനിവിടെ എക്സ്ട്രയിലാണ് നോക്കിയത്. അതിന് 2500 റിയാലാണ് കണ്ടത്. വേറെ കാനോണിൻ്റെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ കാനോണിൻ്റെ വേറൊരു ഷോറൂമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ റേറ്റ് ഒന്നും കൂടി നോക്കണം. ഇപ്പം ഇങ്ങനെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് മഴക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മഴക്ക് നല്ല ചാൻസ് ഉണ്ട്. ഇപ്പം റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ടൈം ഇപ്പം 3 മണിയായി. ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ അപ്പം ഇത് മ്യൂസിയത്തിൻ്റെ ഇത് കാണുമോ ഇപ്പം ഇതിലേക്ക് പോകുമ്പോൾ? ഓക്കെ. അപ്പം ഒരു മ്യൂസിയത്തിൻ്റെ ഒരു സംഭവമുണ്ട്, ഏവിയേഷൻ മ്യൂസിയം. അതിനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ അവിടെ കയറുന്നതിൻ്റെ ഇത് എങ്ങനെയാണ്, ടൈം എങ്ങനെയാണ്? വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം. ഓക്കെ, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിട്ടാണ് ഇതിൻ്റെ ടൈമിങ്. അപ്പം ഇൻഷാ അല്ലാഹ് പോവാം. പറ്റിയില്ലെങ്കിൽ അവിടെ ഒന്ന് പോവാം. ടൈമൊക്കെ എങ്ങനെയാണെന്നറിയില്ല, ചോദിച്ചിട്ട് ഞാനത് ഇതാക്കാം.
ഫുള്ള് ഇരുട്ട് മൂടിയിട്ടത് മഴക്ക് നല്ല ചാൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫുള്ള് ഇരുട്ടായിട്ടത് മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം 3:45 ഫുഡ് കഴിക്കണം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു അടിപൊളി വ്ലോഗായിട്ട് കണ്ടുവരാം. ബൈ.